ഹലോ, നമുക്ക് കുറച്ച് മഞ്ഞൾ പറിക്കാൻ പോയാലോ? കുറച്ചല്ല കേട്ടോ, കുറച്ചധികം മഞ്ഞളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പറിച്ചിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മഞ്ഞൾ പാകിയിട്ടുള്ള സ്ഥലം. ഇപ്പോൾ കുറച്ച് മഞ്ഞൾ ഇതാ അച്ഛനമ്മയും പറിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴേക്കും അവർ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെന്നും പറിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ പറിക്കാനായിട്ട് കൂടാറില്ല. കാരണം ആർക്കും ഒന്നാമത് ടൈമില്ല. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള ടൈം ഒത്തു വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഇറങ്ങിയ സാധിക്കാത്തതായി ഒന്നുമില്ലല്ലോ, ഒത്തുപിടിച്ച മലയും പോലും എന്നല്ലേ ശാസ്ത്രം. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മളിതാ പറിച്ചെടുത്ത മഞ്ഞളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്, ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ചെന്നതാ മഞ്ഞൾ പറിക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് മഞ്ഞൾ മാത്രമല്ല കേട്ടോ, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് കുവക്കിഴങ്ങ് കൂടി നട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറിച്ചു കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് കേട്ടോ. ഇതാ കിടക്കുന്നതൊക്കെ കുവയാണ്. അങ്ങനെ നമ്മളിതാ വീണ്ടും മഞ്ഞൾ പറിക്കാനായിട്ട് തുടങ്ങി. പിന്നെ നമ്മൾ എന്തെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണല്ലോ. കാരണം അതിനിപ്പോൾ എന്ത് ചെറിയ സാധനമാണെങ്കിലും, ചെടിയാണെങ്കിലും, ഇനിയിപ്പോൾ ഒരു ഫ്രൂട്ടാണെങ്കിലും എന്താണെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണല്ലേ. ആ ഒരു സന്തോഷമാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ മുഖത്ത്. കാരണം ഇത്രയും മഞ്ഞൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് കിട്ടിയല്ലോ. അത് കുറച്ച് സ്ഥലത്ത് നിന്ന് നമ്മൾ ഇത്രയും നട്ടപ്പോൾ ഇത്രയും കിട്ടി. കാരണം കുറേ മുന്നേ നട്ടതാണ്. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിച്ചിരുന്നു അത് ഫുള്ള് എന്താ പറയുക, പറിക്കാത്തതുകൊണ്ട് ആകെ പോയിട്ടുണ്ടാവും, മണ്ണ് തിന്നിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് പറിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട്